ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് കീഴ്ക്കാൻ തൂക്കായ ഒരു ഇറക്കമാണ്. അതിനുള്ളില് എസ് വളവുകളും ഉണ്ട്, അതുപോലെ തന്നെ ഹെയർ പിൻ ബെൻഡും ഉണ്ട്. അപ്പൊ ഈ രണ്ട് സംഭവങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പോ ഇന്നത്തെ ക്ലാസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെഫിനാണ്. അപ്പൊ സ്റ്റെഫിനാണ് ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റെഫിനെ സംഭവം ഇറക്കമാണെന്ന് മനസ്സിലായല്ലോ. ഇത് അപകടം പിടിച്ച പണിയാണെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ റോങ് സൈഡേ കയറില്ല എന്നെ വന്നാലും. അപ്പൊ ഇടത്തോട്ടുള്ള വളമാണ് ഇപ്പം ആദ്യമേ നമ്മൾ ചെയ്യുന്നത്. അത് ഹെയർ പിൻ തന്നെയാണ്. ഇവിടെ സിഗ്നൽ ബോർഡിലുണ്ട് സംഭവം, കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് സിഗ്നൽ ബോർഡുകളൊക്കെ സൈഡിലുള്ളത് കൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗിയറിലേ പോകാൻ പറ്റുള്ളൂ, കാരണം നല്ല ഇറക്കമായതുകൊണ്ടും അതുപോലെ തന്നെ നല്ല വളവ് ആയതുകൊണ്ടും ഫസ്റ്റ് ഗിയറിൽ തന്നെ കൊടുക്കുക. കേട്ടെ. അപ്പൊ നമുക്ക് ഗ്ലാസ്സിൽ കൂടെ നോക്കി മൂവ് ചെയ്യുക. വണ്ടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇൻഡിക്കേഷൻ കൊടുത്തായിരുന്നല്ലോ. അപ്പൊ നമുക്ക് പതുക്കെ യാത്ര ചെയ്യാം. അപ്പൊ ഇനിയും ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാല് ക്ലച്ച് മുഴുവൻ ചവിട്ടി പിടിക്കല്ല. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ന്യൂട്രായി പോകും. ഹാഫ് ക്ലച്ചല്ലാക്കിയേ. ഹാഫ് ക്ലച്ചിലാക്കുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ, എഞ്ചിൻ നിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഇനി ഉണ്ടോ, അത് നല്ലൊരു വളവാണ്. കണ്ടോ, താഴോട്ട് ഭയങ്കര കൊക്കയാണല്ലോ. ഒരു വണ്ടി കയറി വരുന്നുണ്ട്, അതിന് ഇടിക്കല്ലേ. ആളുകളൊക്കെ നടന്നു വരുന്നുണ്ട്, അവരുടെ അടുത്തേക്കൊന്നും പോവല്ലേ. അപ്പൊ നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് നിൽക്കുക. അപ്പൊ അങ്ങനെ ചേർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, ഫസ്റ്റ് ഗിയറിലേ പോകാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഗിയറിൽ പോവുക, സൈഡ് പിടിച്ച് പോവുക. സ്പീഡൊന്നും കാര്യമായിട്ടൊന്നും എടുക്കണ്ട. അപ്പൊ താഴെ അതിഭയങ്കരമായ കൊക്കയാണെന്ന് തോന്നുന്നു. ഇപ്പൊ താഴോട്ടൊക്കെ പോയി അശ്രദ്ധയായിട്ടൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, പിന്നീട് തിരിച്ചു കിട്ടത്തില്ല. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാതെ ഇരിക്കട്ടെ, ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം സേഫായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മള് സേഫായിട്ട് തന്നെ വീട്ടിൽ ചെല്ലാനായിട്ട് സാധിക്കും അല്ലേ. അപ്പം സൈഡ് ഗിയർ തന്നെ നിൽക്കുക, അത് തന്നെ ഗ്രിപ്പുള്ള ഗിയറിൽ തന്നെ പോവുക. ഇപ്പൊ ബ്രേക്ക് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗ്രിപ്പ് ഉള്ളത് കൊണ്ട് ബ്രേക്ക് കാര്യമായിട്ട് നമുക്ക് കൊടുക്കേണ്ട, അതറിയാമല്ലോ. അപ്പൊ ഇത് രണ്ടാമത്തെ ഒരു വളവിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. അപ്പൊ ആ ഫ്രണ്ടിലുള്ള വണ്ടിയൊക്കെ പോയെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ ഒന്നും കാണത്തില്ലാത്ത വളവാണിത്. ഉണ്ട്, ഇത് വലിയൊരു വളവാണല്ലോ. ഈ ബ്രേക്ക് ഹാഫ് കൊടുത്തേ, സൈഡ് തന്നെ പിടിച്ചു പോയി. ഇതിലെ വണ്ടിയെല്ലാം വരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമുക്ക് ഈ ഡീവിയേഷൻ ഉണ്ടോ, ആ ഡീവിയേഷന്റെ നടുക്ക് തന്നെ നിൽക്കുക. കുഴപ്പമില്ല, സേഫായിട്ട് തന്നെ ആയി യാത്ര ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്കിന്ന് മനസ്സിലായെന്ന് വിചാരിക്കും, നിർത്താം. അപ്പം സുഹൃത്തുക്കളെ, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.